അത് തന്നപ്പോ തന്നെയൊക്കെ പറഞ്ഞ ഞാൻ ചോദിച്ചിട്ട് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ ഇതേപോലെ ചെയ്യണം അതേപോലെ ചെയ്യണം. അപ്പൊ അതിന് ഒരു റെഫറൻസും ഇല്ല, നീ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യും, എന്നിട്ട് ഞാൻ ഒന്ന് കേട്ടിട്ട് നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള സംഭവത്തിലേക്ക് എത്താന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ആനന്ദൻ നിങ്ങൾ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ, അതേ ഫസ്റ്റ് ടൈം ആണോ ഈ ഒരു പ്രോജക്ട്? ബാൻഡ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് വില്ലിംഗ്ടൺ ആയിരുന്നു ഒരു ബാൻഡ് ഉണ്ട്. സോ അതിൽ നൈസ് നെയിം. താങ്ക് യു. ബാൻഡാണ്. സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളുടെ ഉള്ളിലുള്ള സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പോസ് ചെയ്യുന്നു. ഇത് എൻറ്റയർലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ്. സമുദ്രയുടെ ഉള്ളിലുള്ള സാധനം ആള് പോർട്രേ ചെയ്ത് ഒരു മൂവി ആക്കി ചെയ്തു. എന്നിട്ട് നമുക്ക് തന്നിട്ട് അതിന്റെ സീൻസിന് വേണ്ടിയിട്ട് ലൈക്ക് 3 പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻട്രോ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്, പിന്നെ ഈ നേരത്തെ പഴയ റൊമാൻസ് സോങ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കും ഒരു ട്രാക്ക് വരുന്നുണ്ട്. മൂന്ന് സെഗ്മെന്റ് ആയിട്ട് കിടക്കുന്ന ട്രാക്സ് ആണ്. അതായത് സിനിമയും അങ്ങനെ തന്നെ പോകുന്നത്, ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ മാറി വീണ്ടും മാറി അങ്ങനെയാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മ്യൂസിക് നമ്മൾ അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് പോയേക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി എന്നെ ആദ്യമായിട്ട് ഫീൽഡിലേക്ക് ഇറക്കിയത് സമുദ്രക്കാണ്, ലൈക്ക് പാട്ട് പാടാനും കാര്യങ്ങളായിട്ടും. ഇപ്പൊ ഈ ഒരു പുതിയ വേർട്ടിക്കലിലേക്ക് ഇറങ്ങുമ്പോഴും ആള് തന്നെയാണ് നമുക്ക് ആ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഞാൻ ഇതുവരെ ആളായിട്ട് സ്റ്റാർട്ട് ചെയ്തൊന്നും എനിക്ക് മോശമായിട്ട് വന്നിട്ടില്ല. ഒബ്വിയസ്ലി ഐ ഗെസ് ഫോർ യു ഓൾസോ യുവർ ഫസ്റ്റ് മലയാളം പ്രോജക്ട് സോനു. അതെ, നല്ലൊരു എന്താണ് പറയാ, നല്ലൊരു ഇന്നല്ലേ ഇതിന്റെ പ്രിവ്യൂ നടക്കുന്നത്. ഓക്കെ, എമ്പുരാൻ സിനിമ ഇപ്പോൾ ലോഞ്ചിനുള്ള അല്ലെങ്കിൽ തിയേറ്ററുകളിൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. മാർച്ച് 27-ന് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തും. എമ്പുരാൻ സിനിമയിൽ 5 പാട്ടുകളുണ്ട്. അതിന്റെ എല്ലാ ട്രാക്കുകളും പാടിയിരിക്കുന്നത് ആനന്ദ് ശ്രീരാജ് ആണ്. പാട്ടുകളുടെ വൈബ് പിടിക്കാനായി സിനിമയിലെ ചില റോ ഫുട്ടേജ് തന്നെ ദീപക് ദേവ് കാണിച്ചിരുന്നുവെന്നും അത് കണ്ടപ്പോൾ തന്നെ തന്റെ കണ്ണ് തള്ളിയെന്നും ആനന്ദ് പറയുന്നു. എമ്പുരാൻ ഗ്യാരണ്ടി ആണെന്നും മോഹൻലാൽ ആരാധകർക്ക് സിനിമ ഒരു ട്രീറ്റ് ആയിരിക്കുമെന്നും ആനന്ദ് ശ്രീരാജ് കൂട്ടിച്ചേർത്തു. അതേസമയം ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. 24 മണിക്കൂറിൽ 6,45,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും എമ്പുരാൻ ആയിരുന്നു. അതേസമയം വിദേശ രാജ്യങ്ങളിലെ എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചു കഴിഞ്ഞു. ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എമ്പുരാന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലൂസിഫറിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 52 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ എമ്പുരാന്റെ ദൈർഘ്യം 2 മണിക്കൂർ 59 മിനിറ്റ് 59 സെക്കൻഡ് ആണ്.